നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നവോത്ഥാന കേരളമെന്ന് അഭിമാനം കൊള്ളുന്ന ഈ നാട്ടിൽ വർണ്ണവിവേചനത്തിൻ്റെ ജാതി വെറിയുടെ ചിന്തകൾ അന്തർലീനമായ സത്യഭാമമാർ ഇപ്പോഴും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. വെളുത്തിട്ടു പാറാൻ രാസവസ്തുക്കളുടെ ക്രീമുകൾ ധാരാളം വാങ്ങുന്ന മലയാളിയുടെ തൊലിയുടെ നിറം വെളുപ്പാക്കാൻ ശസ്ത്രക്രിയയ്ക്ക് പോലും തയ്യാറാവുന്ന മലയാളികളുടെ നാട്ടിൽ ഇത്തരം സത്യഭാമമാരുടെ തുറന്നു പറച്ചിലുകളോട് വെളിപ്പെടുത്തലുകളോട് അസ്വസ്ഥത തോന്നിയിട്ട് എന്താണ് കാര്യം? കലാകാരന് നിറവും ജാതിയും നോക്കി വേണമോ മാർക്കിടാൻ? ഇതാണ് ഇന്ന് ജനൻ ഡിബേറ്റ് പരിശോധിക്കുന്നത്. ഡിബേറ്റിൽ അതിഥികളായി കേസരി മുഖ്യ പത്രാധിപർ NR മധു, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ്റെ LAF പ്രതിനിധിയായി, ഒപ്പം പ്രൊഫസർ R രാജലക്ഷ്മി, തൃപ്പൂണിത്തുറ RLV കോളേജിലെ പ്രിൻസിപ്പലാണ്, ഒപ്പം സാഹിത്യകാരി ജയശ്രീ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത്. കലാകാരന്മാർക്ക് മാർക്കിടേണ്ടത് അവരുടെ തൊലിയുടെ നിറമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒക്കെ വെച്ചാണോ എന്ന് തോന്നിപ്പോകുന്നതാണ് ഇന്നത്തെ സത്യഭാമയുടെ പ്രതികരണം. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മോടൊപ്പം അതിഥികളായി എത്തിയ ആളുകളുണ്ട്. അവരോട് ഈ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ജാതിയും മതവും വർണ്ണവും ഒക്കെ നോക്കി കലാകാരന്മാർക്ക് മാർക്കിടുന്ന കേരളം. നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ തൊലിയുടെ നിറം വെളുപ്പാകാൻ ശസ്ത്രക്രിയയ്ക്കും രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ തയ്യാറാകുന്ന മലയാളികളുടെ മനസ്സിൽ അന്തർലീനമായ ഇത്തരം ചിന്തകൾ, ഇതാണോ സത്യഭാമമാരിലൂടെ പുറത്തു വരുന്നത് എന്നതാണ് അറിയേണ്ടത്. കേസരി മുഖ്യ പത്രാധിപർ NR മധു, ഒപ്പം അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, പ്രൊഫസർ R രാജലക്ഷ്മി, തൃപ്പൂണിത്തുറ RLV കോളേജിലെ പ്രിൻസിപ്പലാണ്, ഒപ്പം സാഹിത്യകാരി ജയശ്രീ ഗോപാലകൃഷ്ണൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം ശ്രീ NR മധുവിലേക്ക്. കേസരി മുഖ്യ പത്രാധിപരാണ്. ശ്രീ NR മധു, തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ മലയാളികളെയും അടച്ചാക്ഷേപിക്കുകയല്ല, എന്നാൽ ആമുഖത്തിൽ പറഞ്ഞ പോലെ തൊലി വെളുക്കാനായി ശസ്ത്രക്രിയ നടത്തുന്ന അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ തയ്യാറാകുന്ന മലയാളിയുടെ കറുപ്പിനോടുള്ള അല്ലെങ്കിൽ അന്തർലീനമായ ജാതി വിവേചനത്തിൻ്റെ ഒരു ചെറിയ അംശമാണോ സത്യഭാമയിലൂടെ പുറത്തു വന്നത്? അതെ, അത് നിശ്ചയമായിട്ടും ഒരു ജാതി വിവേചനത്തിൻ്റെയും അസ്പൃശ്യതയുടേതുമായ മനുഷ്യ വിരുദ്ധ സമീപനം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മളൊരു വലിയ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ് എങ്കിലും ആ സാമൂഹ്യ നവോത്ഥാന പാരമ്പര്യം ഒരു പ്രത്യേക കാല പരിതസ്ഥിതിയിൽ റദ്ദു ചെയ്യപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. അതിന് പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. ഇന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കൂ, ജാതിയും മതവും ഉപജാതിയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണയിക്കുകയും എന്നിട്ട് നമ്മൾ ജാതിക്കെതിരെയും വർണ്ണത്തിനെതിരെയും വർഗത്തിനെതിരെയും ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് കാപട്യം മുഖമുദ്രയാക്കിയ കേരളത്തിൻ്റെ ഈ സാമൂഹ്യ സാംസ്കാരിക പരിസരത്തിൽ ഇതുപോലെയുള്ള സത്യഭാമമാർ ഉണ്ടായില്ലെങ്കിലേ അതിശയവും. ഇപ്പൊ സത്യഭാമ കലാമണ്ഡലം CN സത്യഭാമ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കലാമണ്ഡലം എന്താണ് എന്ന് പോലും സത്യഭാമയ്ക്ക് അറിയില്ല എന്ന് വേണം കരുതാൻ. കാരണം ഈ കലാമണ്ഡലം ഉണ്ടായത് നമ്മുടെ ലോകത്തിലെ തന്നെ അത്യപൂർവമായ ഒരു ക്ലാസിക്കൽ കലാരൂപമായ കഥകളിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. മോഹിനിയാട്ടവും ഭരതനാട്യമൊക്കെ പിന്നീട് വന്നതാണ് അവിടെ. ആ കഥകളിയിൽ നമുക്കറിയാം, സ്ത്രീവേഷം ചെയ്യുന്നത് മുഴുവൻ ഈ അടുത്ത കാലം വരെ പുരുഷന്മാരായിരുന്നു. നവരസങ്ങളും ആടി ഫലിപ്പിക്കാൻ പുരുഷന് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കഥകളിയിലെ സ്ത്രീവേഷങ്ങൾ. ശൃംഗാരമടക്കമുള്ള, അത് വിപ്രലംഭ ശൃംഗാരമാണെങ്കിലും സംഭോഗ ശൃംഗാരമാണെങ്കിലും ആ ശൃംഗാരത്തിൻ്റെ എല്ലാ തലങ്ങളും ലാസ്യവും ഒക്കെ ആടി ഫലിപ്പിക്കാൻ പുരുഷന്മാർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ കഥകളിയിലെ സ്ത്രീവേഷങ്ങൾ പുരുഷന്മാർ കൈകാര്യം ചെയ്തത്. അപ്പോഴാണ് കലാമണ്ഡലം സത്യഭാമ പറയുന്നത്, ഈ മോഹിനിയാട്ടം പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. കാരണം അത് ഒരു ലാസ്യ നൃത്തമാണ്, അത് സ്ത്രീകൾക്കേ സാധിക്കൂ എന്ന് മാത്രമല്ല, സൗന്ദര്യം, ഈ സൗന്ദര്യം എന്താണ് എന്നെനിക്ക് മനസ്സിലായില്ല. സത്യഭാമ പറയുന്നതനുസരിച്ച് വെളുപ്പ് നിറമാണ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം. അപ്പം വെളുത്തവർക്ക് മാത്രമേ ഈ കലാവേദികളിലേക്ക് കടന്നു വരാൻ സാധിക്കൂ. പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വെളുപ്പ് നിറം നിർബന്ധമാണ് എന്ന് പറയുന്നു.
അതൊക്കെ സഹിക്കാം. ആ വനിത, ആ മഹതി, ഇന്ന് ഏതോ സോഷ്യൽ മീഡിയ ചാനലിലോ മറ്റോ കൊടുത്ത ഒരു അഭിമുഖം കണ്ടു. അതിൽ നമുക്കറിയാം കൃത്യമായിട്ടും RLV രാമകൃഷ്ണനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതെന്നുള്ള സാമാന്യ ബുദ്ധി ഉള്ളവർക്ക് മനസ്സിലാവും. കാരണം RLV രാമകൃഷ്ണൻ്റെ തന്നെ മറ്റൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. കലാമണ്ഡലം സത്യഭാമയ്ക്ക് എന്തുകൊണ്ടോ RLV രാമകൃഷ്ണനോട് ഒരു തീർത്താ തീരാത്ത പകയുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. RLV രാമകൃഷ്ണൻ ഈ കലഹരംഗത്ത് ഇന്ന് കേരളത്തിലെ തന്നെ ആധികാരിക വക്താവും പ്രയോക്താവുമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഗവേഷണ ബിരുദം തന്നെ ഈ മോഹിനിയാട്ടത്തിലാണ്. ഞാൻ ഈ ഒരു സംഭവം പുറത്തു വന്നതോടുകൂടി ഇടതുപക്ഷ കക്ഷികൾ പ്രതിരോധത്തിലാകും എന്ന് അവർ മനസ്സിലാക്കിയിട്ട് ഈ സത്യഭാമയുടെ പൈതൃകം കേസരിക്കും RSSനും ഒക്കെ ചാർത്തി തരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. കാരണം 2021 ഏപ്രിലിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവരെഴുതിയ ഒരു ലേഖനം കേസരി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലേഖനം എന്ന് പറയുന്നത് കലയെക്കുറിച്ചും കോവിഡിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെയാണ്. അതിനെ ഇപ്പം പിണറായി വിജയൻ എഴുതിയാലും കേസരി കൊടുക്കും. ദേശവിരുദ്ധമല്ലാത്ത, സമൂഹവിരുദ്ധമല്ലാത്ത അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ മെരിറ്റ് മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത്. ഇപ്പം ദേശാഭിമാനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വാരികയൊക്കെ രാഷ്ട്രീയമായിരിക്കും, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെന്നൊക്കെ നോക്കും. കേസരിയെ സംബന്ധിച്ച് കേസരിയിൽ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ എഴുതുന്ന ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ്. ഞങ്ങൾ കണ്ടന്റിൻ്റെ ആ മെരിറ്റ് മാത്രമാണ് നോക്കുക. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവർ ഈ തരത്തിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പൈതൃകം സംഘപരിവാർ സംഘടനകളുടെ തലയിലേക്ക് വെക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ, ഇവരെ കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതിയിൽ അംഗമാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ്. ആ ഇടതുപക്ഷ സർക്കാരാണ് തന്നെ അംഗമാക്കിയതെന്ന് മറ്റൊരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത് ഇവിടെ വളരെ സ്പഷ്ടമാണ്. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ചിലങ്ക എന്നോ മറ്റോ പേരിൽ തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ഒരു നൃത്ത പരിപാടിയുടെ ഉദ്ഘാടകയായിട്ട് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ആരാ കൈകാര്യം ചെയ്യുന്നത്? അതും സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി പങ്കെടുക്കേണ്ട പരിപാടിയിൽ ഉദ്ഘാടകരായിരുന്നു. അപ്പം ഇവരുടെ ആ രാഷ്ട്രീയ പൈതൃകം എവിടേക്കാണ് പോകുന്നത്? അത് പോട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇതൊരു വർണ്ണവെറി, അതൊരു കലാകാരിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം കലയ്ക്ക് വർണ്ണമില്ല. കാരണം ഭരതമുനി, നാട്യശാസ്ത്രത്തിൻ്റെ ആചാര്യനായ ഭരതമുനി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വെളുത്തവർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉന്നത കുലജാതർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ? ഈ പറയുന്ന മോഹിനിയാട്ടത്തിൻ്റെയൊക്കെ പാരമ്പര്യം കേരളത്തിൻ്റെ ഒരു തനത് കലാരൂപമാണല്ലോ. കഥകളി പോലെ തന്നെ ഒരു കേരളത്തിൻ്റെ കലാരൂപം എന്നറിയപ്പെടുന്നതാണ് മോഹിനിയാട്ടം. ആ മോഹിനിയാട്ടത്തിൻ്റെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ദേവരടിയാൾ എന്ന് പറയുന്ന, പിന്നീട് ആ പദം ലോപിച്ച് തേവിടിശിയായി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു മോശപ്പെട്ട കലാരൂപമായിട്ട് കണക്കാക്കിയിരുന്നു നമ്മുടെ കേരളത്തിൽ. അതിൽ നിന്നും ആ കലയുടെ മഹത്വം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അവിടെയാണ് അതിൽ ജാതി കാണുകയും അതിൽ വർണ്ണം കാണുകയും അതിനെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന മാനവിക മൂല്യങ്ങളുടെ ഒരു ഉയർത്തിപ്പിടിക്കലല്ലേ നമ്മൾ സത്യത്തിൽ കലയിലൂടെ കാണുന്നത്. അപ്പം ഇത്തരം കലാഭാസങ്ങൾ എന്ന് വേണം, അല്ലെ കലാകാരികളുടെ പേരിനോട് ചേർത്ത് കലാമണ്ഡലം ചേർക്കുക. ആ കലാമണ്ഡലം കഥകളിയെ സംരക്ഷിക്കുന്നു. ആ കഥകളിയിലെ സ്ത്രീവേഷങ്ങൾ ഈ അടുത്ത കാലം വരെ പുരുഷന്മാർ ചെയ്യുന്നു. ആ പുരുഷന്മാർ ലാസ്യം എങ്ങനെ ചെയ്തു, ശൃംഗാരം എങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടാണ് പറയുന്നത് അതങ്ങനെ ചെയ്യാൻ പാടില്ല, വെളുത്തവർക്ക് മാത്രമേ മോഹിനിയാട്ടം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന RLV രാമകൃഷ്ണനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, നവരാത്രി ആഘോഷത്തിലെ കേസരിയുടെ വേദിയിൽ ഇവിടെ നവരാത്രി സർഗോത്സവം നടക്കുന്നുണ്ട് എല്ലാ വർഷവും. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കലാരൂപം മോഹിനിയാട്ടമായിരുന്നു. ആ മോഹിനിയാട്ടം അവതരിപ്പിക്കുകയും അതിന് ഒരു എന്താ പറയുക, അതിന് ശേഷം അദ്ദേഹത്തെ ആദരിക്കുകയും ഒക്കെ ചെയ്ത വേദിയാണ് കോഴിക്കോട് കേസരി, ഈ ചാലപ്പുറത്തുള്ള കേസരി ഭവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ മോഹിനിയാട്ടത്തിലാണ് RLV രാമകൃഷ്ണൻ്റെ ഗവേഷണ പ്രബന്ധം എന്ന് പറയുകയും, ഇപ്പോൾ മോഹിനിയാട്ടം പുരുഷന്മാർ നടത്തുന്നതിനെതിരെയുള്ള ചില ആരോപണങ്ങളെക്കുറിച്ചൊക്കെ അന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എത്ര മനോഹരമായിട്ട് ഈ നവരസങ്ങളെയും ആടിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രത്യേകിച്ച് ശൃംഗാരമടക്കമുള്ള വികാരങ്ങളെ
ഭാവങ്ങളെ ആടിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ഞങ്ങൾ കണ്ടതാണ് ഇവിടെ കോഴിക്കോട് കേസരി ഭവനിൽ. അദ്ദേഹത്തെ അതിന് സവിശേഷമായ ആദരവ് കൊടുക്കുകയും ചെയ്ത ഒരു സാംസ്കാരിക കേന്ദ്രമാണ് കേസരി. ആ കേസരിയെ ജാതിവാദത്തിന്റെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിച്ചു. ആ പേജൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇടത് ക്യാമ്പുകളൊക്കെ അത്തരം ചില പരാമർശങ്ങളിലേക്ക് കടന്നിരുന്നാൽ പിന്നീട് സ്വയം അപകടത്തിലേക്ക് പോകുന്ന തിരിച്ചറിവിലാകാം അത്തരം പരാമർശങ്ങളൊക്കെ പിന്നോട്ട് മാറി. ശ്രീ എന്നാമത് താങ്കളിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ കൂടി ചേർന്നു. ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം. RLV രാമകൃഷ്ണൻ എന്ന വ്യക്തിയെ ഒന്ന് മാറ്റി നിർത്തി നോക്കൂ. എന്ത് തരത്തിലുള്ള പ്രചരണമാണ് സത്യഭാമ നടത്തിയത്? ഇന്നലെ അവർ ഏതോ ഒരു ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖം അല്ലാതെ ഇന്ന് ഇതിനെപ്പറ്റി ഈ പ്രതികരണം ചോദിക്കാനായി എത്തിയ മാധ്യമപ്രവർത്തകരോട് അവർ സംസാരിച്ച ശരീരഭാഷ, അവരുപയോഗിച്ച വാക്കുകൾ, ഇതൊക്കെയാണോ ഈ ഇടതു സർക്കാരൊക്കെ അവകാശപ്പെടുന്ന നവോത്ഥാന കേരളം? അപ്പാർത്തഡ്, അതായത് വർണ്ണവിവേചനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ലോകരാജ്യങ്ങൾ തന്നെ നിരോധിച്ചു എന്നാണ്. മതജ്ഞാനം, മതശില്പം, നസാവിദ്യ, നസകല, നസവയോഗ, നദത്കർമ്മ, നാട്യോസ്മിൻ അന്നദൃശ്യത. ഇത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ ഉത്തമ ലക്ഷണത്തെക്കുറിച്ച് അടിവരയിട്ട് പറയും. ഈ നാട്യശാസ്ത്രം എന്ന് പറയുന്നത് വെറും നൃത്തം മാത്രമല്ല, ജ്ഞാനം, ശില്പം, കല, യോഗം, കർമ്മം, അങ്ങനെ വേണ്ട എല്ലാവിധ കലാരൂപങ്ങളും ചേർന്ന് വരുന്നതാണ് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞിരിക്കുന്നത്. പരമശിവന്റെ ആശംസകളോടെ ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ഭരതമുനി സ്ഥാപിച്ചതാണ് നാട്യശാസ്ത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് 36 അധ്യായങ്ങൾ ഞാനും ഒന്ന് കുറച്ച് വായിച്ചിട്ടുണ്ട്, ബാക്കി എന്ന് പറയുന്നു. കാര്യം അഭിമുഖം ഞാനും കണ്ടാൽ അവര് അതിനകത്ത് എടുത്തു പറയുന്നു, മോഹിനിയാട്ടം പുരുഷന്മാർ നടത്താൻ പാടില്ല, അതിന് സൗന്ദര്യം വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ അധ്യായമൊക്കെ സെർച്ച് ചെയ്തത്. അപ്പോൾ എവിടെയാണ് ഭരതമുനി സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സൗന്ദര്യമുള്ളവർ മാത്രമേ ഇത് നടത്താൻ പാടുമെന്ന് ഭരതമുനി എന്ന് പറഞ്ഞിട്ടില്ല, നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായിട്ട് 6-ാം അധ്യായത്തിൽ നവരസങ്ങളിലെ അഷ്ടരസങ്ങളെ കുറിച്ചാണ് ഭരതമുനി പറഞ്ഞത്. ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, ഭൂതം, അത്ഭുതം വരെ. ശാന്തരസം പിന്നീട് എഴുതി ചേർത്താണെന്ന് മഹാഭാരതത്തിൽ ഭഗവത്ഗീതയെ പോലെ അതിനകത്തും പറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നവരസഭാവം. ഈ രസങ്ങളിലെല്ലാം അതിന്റെ ഓരോ ഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നൃത്തം അവതരിപ്പിക്കുമ്പോൾ ലാസ്യം മാത്രമല്ല, അതിനോടൊപ്പം താണ്ഡവം കൂടി വേണം. അപ്പൊ ലാസ്യവും താണ്ഡവവും കൂടെ ചേർന്നെങ്കിൽ നൃത്തം അതിന്റെ മനോഹാരിതയിൽ എത്തുമെന്ന് അതിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഭാവം 33 വ്യഭിചാരി ഭാവങ്ങളെ കുറിച്ചാണ് ഈ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ബാക്കിയൊന്നും അത്രയും പറയുന്നില്ല. 8 രസങ്ങളും മറ്റു ഭാവങ്ങളും ഒക്കെ പറയുമ്പോൾ 33 വ്യഭിചാരി ഭാവങ്ങളെ കുറിച്ച് പറയും. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സ്ത്രീ ആരും ആയിക്കോട്ടെ, സ്ത്രീ എന്ന വാക്കിനകത്ത് ആ സ്ത്രീ NR മധുവിനൊക്കെ അറിയായിരിക്കും. ആ വാക്കിന്റെ 3 അക്ഷരങ്ങൾ പറയുന്നത് സതോ ഗുണം, തമോ ഗുണം, രജോ ഗുണം. ഈ 3 ഗുണങ്ങൾ ഒത്തുചേർന്നവളാണ് സ്ത്രീ. ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് ഈ പറഞ്ഞ 8 രസങ്ങൾ, നവരസങ്ങൾ പോട്ടെ, ആദ്യത്തെ 8 രസങ്ങൾ, അവസാനത്തെ ശാന്തവും, ഈ ഭാവങ്ങളൊന്നുമില്ല. മറ്റു വ്യത്യസ്തമായ ഒരു ഭാവമായിരിക്കണം. ഇന്ന് അവരുടെ അഭിമുഖത്തിൽ എനിക്ക് മനസ്സിലായതും പറയാൻ പറ്റാത്തതാണെങ്കിലും ആ ഒരു 33 ഭാവങ്ങളായിരിക്കണം അവരുടെ മൂർത്തിഭാവമായിട്ട് മാറിയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ അവരങ്ങനെ ഈ വർണ്ണവെറി സംസാരിക്കേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. RLV രാമകൃഷ്ണനെ ശ്രീ NR മധു പറഞ്ഞ പോലെ അതും ഞാൻ സെർച്ച് ചെയ്തു. അദ്ദേഹത്തിനെ കുറിച്ച് നേരത്തെ അറിയാമെങ്കിലും അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടവും ഞാൻ കണ്ടു. ഞാൻ ഈ ഡാൻസും കഥകളിയൊക്കെ കാണാൻ പോകുന്ന ഒരാളാണ്. വളരെ മനോഹരമായിട്ട് ലാസ്യവും താണ്ഡവും ഭാവവും ഒക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് നല്ല മീവഴക്കം. പിന്നെ തൊലി കറുത്തുപോയെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നർത്തകൻ മൈക്ക് ടൈസൺ. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച കർത്തവനായിരുന്നു. അദ്ദേഹം ചില മരുന്നുകളൊക്കെ ചെയ്ത് വെളുപ്പിച്ചു എന്നുള്ളത്. അപ്പം ഒരു കലയെന്ന് പറയുമ്പോൾ ഏത് കലയായിരുന്നാലും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരമായ ഒരു ചർച്ചയുണ്ടായിരുന്നു. അത് വായിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. കലയെക്കുറിച്ച് പറയുമ്പോൾ ഇത് കലയ്ക്ക് വേണ്ടിയാണോ, അതിന് സാമൂഹ്യ പ്രതിബദ്ധത എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരുവിധം കലാകാരന്മാര് കലയ്ക്ക് വേണ്ടി മാത്രമാണ്, അതിന് സാമൂഹ്യ പ്രതിബദ്ധത വേണ്ട, ഇഷ്ടമുള്ള രീതിയിൽ കല അവതരിപ്പിക്കാം അയാളുടെ മനോവികാരം അനുസരിച്ച്. പക്ഷെ കലയ്ക്ക് എപ്പോഴും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. അതായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘവും പുരോഗമന കലാകാരന്മാരും. ഇത്
ഇപ്പോൾ തുറന്നു പറഞ്ഞത് ഇത്തരം ചിന്തകൾ ഉള്ളിലുണ്ട് എന്ന് തുറന്നു പറഞ്ഞത് കലാകാരി സത്യഭാമ ആയതുകൊണ്ട് ഇത് കലാകാരന്മാർക്കിടയിൽ മാത്രം നിൽക്കുന്ന ഒരു ചിന്താധാരയാണെന്ന്, അല്ലെങ്കിൽ ഇത്തരം ഏതാനും ചില ആളുകൾ മാത്രം ഒതുങ്ങുന്ന ചിന്താധാരയാണെന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് കഴിഞ്ഞ LDF മന്ത്രിസഭയിലെ സ്പീക്കറായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ചിറ്റയം ഗോപകുമാറിനെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചത് CPIയിലെ ഒരു മുതിർന്ന നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് കലാകാരന്മാരുടെ മാത്രം ഇടയിൽ നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഇത്തരം ഏതാനും ചില ആളുകളുടെ മാത്രം ഇടയിലല്ല. നവോത്ഥാനം എന്ന് പുട്ടിന് പേരിടുന്ന പോലെ എപ്പോഴും പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലും ഇത്തരം ചിന്താഗതി ഉണ്ട്. ഇത് കലാകാരന്മാരുടെ ഇടയിലല്ല. വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ കേരളം കണ്ടിട്ട് പ്രാന്താലയം വന്നത്. കേരളമല്ല, ഈ ലോക രാജ്യങ്ങളിലെല്ലാം ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്, സവർണ വിഭാഗം എന്ന് പറയുന്നത് വളരെ വിശേഷിച്ച് ബ്രാഹ്മണ വിഭാഗം ശതമാനത്തിൽ വളരെ കുറവാണ്. പിന്നോക്ക പട്ടികജാതി വിഭാഗമാണ് ജനതയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവരെ എന്നും ജാതിയുടെയോ നിറത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ അടിച്ചമർത്തിക്കൊണ്ട് ഒരു വിഭാഗം മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് അവസാനിപ്പിക്കാൻ ഇതുവരെ പലർക്കും വാചകങ്ങളിൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, പ്രവൃത്തിയിലൂടെ കഴിഞ്ഞിട്ടില്ല. ഒരു മേഖലയിൽ മാത്രമല്ല. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രക്ഷാകർത്താക്കൾ പറഞ്ഞു അദ്ദേഹം പിന്നോക്ക സമുദായക്കാരനാണ്, പട്ടികജാതിയല്ല, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. അവിടെയും ഈ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ കലാലയങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, എന്തിന് തൊഴിൽ സ്ഥലങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഓഫീസിൽ വന്നാൽ ആദ്യം തിരക്കുന്നത് അയാളുടെ ജാതി എന്താണ്, അയാളുടെ സാമൂഹ്യ പശ്ചാത്തലം, ജീവിത പശ്ചാത്തലം അല്ല തിരക്കുന്നത്, അയാളുടെ ജാതിയാണ് തിരക്കുന്നത്. ആ ജാതിയിൽ കൂടുതലാണെങ്കിൽ പലരും പറയും എന്റെ ബന്ധുവാണ്. ഇത് ഞങ്ങളൊക്കെ കോടതിയിലൊക്കെ അനുഭവപ്പെടുന്നതാണ്. ഒരു മജിസ്ട്രേറ്റ് വന്നാല്, അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ വന്നാൽ, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ വരുമ്പോഴേ ആദ്യം തിരക്കുന്ന അവരുടെ ജാതിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുവരെ ഇത് തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. സമൂഹത്തിൽ ഒരു വലിയൊരു പാരസൈറ്റ് ആണ് പടർന്നു കയറുന്നത്. ഇത് നമുക്ക് പരിപൂർണമായിട്ട് തുടച്ചു മാറ്റേണ്ടതാണ്. ഇതിനകത്ത് ഒരു കാരണവശാലും രാഷ്ട്രീയമൊന്നും കാണേണ്ട കാര്യമില്ല. ഞാൻ ആ സ്ത്രീയുടെ അഭിമുഖം പല ചാനലുകളുടെയും കണ്ടു. എന്ത് അഹങ്കാരത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. അവരോട് എനിക്ക് ചോദിക്കാനുള്ള, അവരെ നൃത്തം പഠിപ്പിക്കുന്നു എന്ന് പറയും. ഈ നാട്യശാസ്ത്രത്തിൽ തന്നെ നാട്യഗൃഹം എങ്ങനെ പണിയണമെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതനുസരിച്ചാണോ അവർ നാട്യഗൃഹം പണിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത് അവരുമായിട്ട് ബന്ധമുള്ളവർ ഇവിടേക്ക് ഇരിക്കുന്നു, കലാമണ്ഡലത്തിലെ പ്രൊഫസർ രാജലക്ഷ്മി കലാമണ്ഡലത്തിലാണെന്ന് തോന്നുന്നു, ചോദിക്കണം. അവർ നൃത്തം പഠിപ്പിക്കുന്ന ഉണ്ടെങ്കിൽ ആ നാട്യഗൃഹം നൃത്തം പഠിപ്പിക്കുന്നതാണ്. നാട്യമല്ല, ഏത് കലയും പഠിപ്പിക്കാം അവിടെ. ഇപ്പൊ നാട്യശാസ്ത്രത്തിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നൃത്തം മാത്രമല്ല എല്ലാ കലകളും അവിടെ പഠിപ്പിക്കാം. അതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഗീതവും അഭിനയം, രസം, നാടകം, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് നാട്യഗൃഹം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് എങ്ങനെ പണിയണം, എവിടെ പണിയണമെന്ന് വരെ ഈ നാട്യശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് ഭരതമുനി പറയുന്നുണ്ട്. അപ്പോൾ എന്തിന് കർട്ടന് പിന്നിലെങ്ങനെയായിരിക്കണം, കർട്ടന് മുന്നിലെങ്ങനെയായിരിക്കണം, ഈ ഓരോ കാര്യങ്ങളും വളരെ വളരെ വ്യക്തമായിട്ട് ഈ 36 അധ്യായങ്ങളിലൂടെ പറയുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഡിപ്ലോമ കിട്ടിയത് ഒരക്ഷരവും പഠിക്കാതെ എന്താണ് നാട്യശാസ്ത്രം, എന്താണ് ഭരതമുനി, എന്താണ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അഷ്ടരസങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് 9 എന്ന് പറഞ്ഞാൽ 9 രസങ്ങൾ, ഈ ഭാവങ്ങളൊന്നും പഠിക്കാതെ ഒരു പ്രത്യേക ഭാവം മാത്രം പഠിച്ചുകൊണ്ട്, അത് ആ വാക്യാൻ ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അവരെ അങ്ങനെ വേണം ഉപയോഗിക്കാൻ. പക്ഷേ എന്റെ ഒരു സംസ്കാരം അവരുടെ നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിയുന്നില്ല. അവരുടെ പ്രവൃത്തി, അവരുടെ ആ ചർച്ച കണ്ടപ്പോൾ ഉപയോഗിക്കേണ്ട വാക്ക് അതാണ്. കലാമണ്ഡലം എന്ന പേര് തന്നെ എടുത്തു മാറ്റണം. കാര്യം പത്രക്കുറിപ്പിലൂടെ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബലദേവ്, താങ്കൾ പറഞ്ഞ ഒരു പ്രതികരണം ഇവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയം ഇതിൽ കാണരുത്. ഇതിൽ ആരാണ് രാഷ്ട്രീയം കണ്ടത്? ഇടത് സൈബർ ഇടങ്ങളാണ് ഇതിനൊരു രാഷ്ട്രീയ നിറം. എല്ലാവരും ഒറ്റ മനസ്സോട്, കേരളം മുഴുവൻ ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി എതിർക്കേണ്ട ഇത്തരം ചിന്താഗതിക്ക് രാഷ്ട്രീയ നിറം നൽകിയതാണ് ഇത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ശ്രീ ബലദേവ്, താങ്കൾ ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ഇടപെട്ട് പറയുകയാണ്. അധ്യാപിക ദീപാ നിശാന്ത് അവരാണ് ആദ്യം ഫേസ്ബുക്കിൽ കേസരിയുടെ ആ വന്ന ലേഖനം എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഈ ഇത്തരം പോസ്റ്റ് ചെയ്തതിലേക്ക് രാഷ്ട്രീയ നിറം കൊണ്ടുവന്നു. അങ്ങനെ ഇടതു സഹയാത്രികരായ സൈബർ ഇടങ്ങളിൽ ഇടത് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ രാഷ്ട്രീയ മുഖം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അല്ലത് ശരി തന്നെ. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷമോ വലതുപക്ഷമോ RSS BJP ആരും ഇതിനകത്ത് രാഷ്ട്രീയം, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അതിനകത്ത് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് വളരെ ശക്തമായ പ്രതികരണമായിട്ട് ഇതിനെതിരെ വന്നിട്ടുണ്ട്. ചിലർ തിരിച്ച് അനുകൂലിച്ച്, എന്ത് നമ്മൾ പറഞ്ഞില്ല, അമ്മയെ അടിച്ചു വന്നാലും ഇവിടെ 2 പ്രതികരണം വരുന്ന ഭാഗമുണ്ട്. എന്ത് കാര്യം വന്നാലും അതിന് 2 അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാ കാര്യത്തിനും 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് LDFന്റെ നേതാക്കന്മാരൊക്കെ നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയം കണ്ടൊരു കാര്യമില്ല. ഇങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങൾ ഇതും നമ്മൾ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ഭരണഘടനയിൽ പോലും അൺടച്ചബിലിറ്റി ഭരണഘടനാപരമായി തന്നെ അബോളിഷ് ചെയ്തതാണ്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും പഴയ കാലത്തിലേക്ക് പോകണമല്ലോ.
പഴയ കാലങ്ങളിൽ നമ്മൾ റോഡിൽ കൂടെ പാവപ്പെട്ടവന് ജാതി കുറഞ്ഞവൻ നടക്കാൻ പാടില്ല, വേദം ചൊല്ലാൻ പാടില്ല, വേദം കേൾക്കാൻ പാടില്ല, അവൻ അവന്റെ കർമ്മങ്ങൾ ചെയ്തു കൊള്ളണം, പാടത്ത് പോകുന്നവൻ പാടത്ത് പോയിക്കൊള്ളണം, അവൻ വേദം പഠിക്കാൻ പാടില്ല. ആ യുഗത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളിതെല്ലാം മാറി, വർഷങ്ങൾ മാറി, യുഗങ്ങൾ മുന്നോട്ട് പോയി, കൽപ്പാന്ത കാലങ്ങളൊക്കെ മാറി മാറി നമ്മളിങ്ങനെ മാറി മാറി വന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പുരോഗമിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശേഷിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലും നമുക്കത് സഹിക്കാം. ഇത് പറഞ്ഞത് കലാരംഗത്ത് നിൽക്കുന്ന ഒരു ഡിപ്ലോമ, അവർ തന്നെ പറഞ്ഞു ഞാൻ കലാമണ്ഡലത്തിൽ ഡിപ്ലോമ എടുത്തെന്ന്. എനിക്ക് പറയാനുള്ളത് എന്റെ കമ്മിറ്റി കൂടെ അവരുടെ ഡിപ്ലോമയും എല്ലാം ക്യാൻസൽ ചെയ്ത് അവർ കലാമണ്ഡലം എന്ന പേര് അവർ ഉപയോഗിക്കാൻ പാടില്ല. കാര്യം കേരളത്തിൽ നമ്മളെല്ലാവരും വളരെ അങ്ങേയറ്റത്തെ തീരുമാനമെടുക്കേണ്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏതാനും നാളുകൾ മുമ്പ് വരെ അവർ അംഗമായിരുന്നു ശ്രീ ബലദേവ്. ആയിരിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഈ കലാമണ്ഡലം, മാർഗി എന്ന് പറയുന്ന കഥകളി, അതുപോലെ ഈ ഇവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന RLV, ഇതെല്ലാം നമ്മള് വളരെയധികം ഇവര് ബഹുമാനത്തോടെയാണ് ഈ കലാകാരന്മാർ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ അതിൽ നിന്നൊരാൾ തന്നെ ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ കലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഒരു തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം ഒരു നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റും. ശ്രീ ജയശ്രീ ഗോപാലകൃഷ്ണൻ, ഇത് മറ്റാരുമല്ല പറഞ്ഞത്, നേരത്തെ ബലദേവ് സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ല പറഞ്ഞത്. എപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെ, ഇത്തരം ജാതി വർണ്ണ വിവേചനങ്ങൾക്കെതിരെ എപ്പോഴും പടപൊരുതിയിട്ടുള്ള, മുൻപിൽ നിന്ന് നയിച്ചിട്ടുള്ള ആളുകളാണ് കലാകാരന്മാർ. അത്തരം ഒരു വിഭാഗത്തിനിടയിൽ നിന്നാണ് ഈ ഒരു പരാമർശം വരുന്നത്. അതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തീർത്തും ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു കാര്യമായിപ്പോയി സത്യഭാമ ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബൽദേവ് സാറ് തുടങ്ങിയ അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ തുടങ്ങിയാണ്. കാരണം സാർ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യം പറഞ്ഞിരുന്നു. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കൊച്ചുകുട്ടികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവരെ എന്തെങ്കിലും പഠിപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവുന്നത് തന്നെ അവരെ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള കുട്ടികളാക്കി വളർത്തണം. അപ്പോൾ അവനെ സ്പോർട്സിലോ കലയിലോ എന്തിലാണ് അവർക്ക് താല്പര്യം, അതനുസരിച്ച് അച്ഛനമ്മമാർ അവരെ ആ ദിശയ്ക്ക് അവരെ വിടുന്നു. കാരണം അങ്ങനെ പോകുന്ന ഒരു കുട്ടി തീർത്തും അവനിലുണ്ടാകേണ്ട ഒരു ബോധം സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹകരിക്കുന്നവരോട് ഒരു സമാന മനസ്ഥിതിയും അല്ലെ അവരെ സഹായിക്കാൻ, അവരെ നാമായിട്ട് തന്നെ കാണാനുള്ളൊരു മനസ്ഥിതി അവരിൽ രൂപപ്പെടുത്തി എടുക്കാൻ, അങ്ങനെ ഒരു മനോഭാവം കൂടി വളർത്തി എടുക്കുക എന്നുള്ള ഉദ്ദേശം ചില മാതാപിതാക്കളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. തീർത്തും അതിന് സഹായകരമായ ഒരു വഴി തന്നെയാണ് നമ്മൾ ഈ സ്പോർട്സ് മേഖലയിലും അല്ലെങ്കിൽ നമ്മുടെ നൃത്ത മേഖലയിലും എല്ലാം നമുക്ക് പോകുമ്പോൾ. കാരണം നമ്മൾ പല വേദികളിൽ നമ്മൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു, ഒരുമിച്ച് പല യാത്രകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുമിച്ചൊരു വേദി പങ്കിടുന്നു, പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ നടത്തുന്നു. കാരണം അതിനൊക്കെ സാക്ഷിയായൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവിടെ ജാതിയില്ല, വർണ്ണമില്ല, ഭേദമില്ല, ഒന്നുമില്ല, കറുപ്പില്ല, വെളുപ്പില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികൾ വളർന്നു വരുന്നത് ഒരു 70% നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി തന്നെ നമുക്ക് വളർന്നു വരും. എല്ലാവരെയും ഒരുപോലെ കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനും ഒക്കെ ഉള്ളൊരു മനോഭാവം കുട്ടികളിലുണ്ടാവും. പക്ഷേ ഇത്രയും കാലം നൃത്തരംഗത്ത് നിന്ന് ടീച്ചറിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ടീച്ചർ എത്രയോ വർഷങ്ങൾ എനിക്കറിയാമെന്നുള്ളതാണ്. ടീച്ചർ റിഗേറ്റയിൽ കുറേ വർഷങ്ങൾ പഠിപ്പിച്ചിരുന്നു. എൻ്റെ മകനും നൃത്ത മേഖലയിലുണ്ടായിരുന്നു. അപ്പോഴും എല്ലാം ടീച്ചർ അവിടെ യുവജനോത്സവ വേദികളിലായാലും എന്നും ന്യായത്തിന് വേണ്ടി വാദിച്ചിരുന്ന ടീച്ചറായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നേരത്തെ മൗസാറ് പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമാണോ ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് ടീച്ചറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ടീച്ചറിനെ പ്രേരിപ്പിച്ചത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു. കാരണം തീർത്തും അത് നമുക്ക് ടീച്ചർ പറഞ്ഞൊരു സെൻറ്റൻസ് പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് കേട്ടാൽ ഏതൊരമ്മയും, അതായത് ഒരു മകനെ പ്രസവിച്ച് വളർത്തി, കാരണം നമുക്കെല്ലാവർക്കും അറിയാം രാമകൃഷ്ണൻ വളർന്നു വന്ന സാഹചര്യം, ആ ഒരു കലയോടുള്ള അത്രയും ഒരു മനോഭാവവും അർപ്പണബോധവും. കാരണം ഒരു കലാകാരൻ ജനിച്ച് അല്ലെ ഒരു കുട്ടി ഒരു കലയോടുള്ളൊരു ഇഷ്ടം തോന്നി അതിൽ എത്രത്തോളം അതിൽ കഠിന പ്രയത്നം ചെയ്ത് ആ അർപ്പണ മനോഭാവത്തോടുകൂടി അത്രയും ഇല്ലാത്ത കാശ് എവിടുന്നെങ്കിലെല്ലാം നമ്മളത് സ്വരൂപിച്ച് അങ്ങനെ ഒരു മേഖലയിൽ ഇറങ്ങിത്തിരിച്ച് അതിൽ ഏറ്റവും നല്ല നിലയിലാണ്
ശ്രീ രാമകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നടത്താൻ എന്താണ് ഇതിന് പിന്നിലുള്ള പ്രേരണയെന്ന് തീർത്തും പറഞ്ഞാൽ സത്യമായിട്ടും അത് വളരെ വിഷമമുള്ളൊരു കാര്യമായിപ്പോയി. ഇത് ഞാൻ പറയുന്നത് ഒരു ടീച്ചറെന്നല്ല, എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ പോലെ നൃത്തമേഖലയിലോ അല്ലെ സാഹിത്യ മേഖലയിൽ മാത്രമല്ല, എന്തൊക്കെ പറഞ്ഞാലും നവോത്ഥാന കേരളമാണ്. ഇന്ന് കേരളീയർ പ്രബുദ്ധരാണ്, എല്ലാം ജാതി വർണ്ണം ഭേദം എല്ലാം നമ്മൾ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിലെ സ്ത്രീകളെ അല്ലെ ഒരു വിഭാഗത്തെ എടുത്ത് നോക്കുമ്പോൾ അവരൊരു പുറം തോട് ആണ് നമ്മൾ പുറത്ത് കാണുന്നത്. അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ പഴയ ആചാരങ്ങളും പഴയ വർണ്ണവിവേചനവും അല്ലെങ്കിൽ ജാതീയമായ ചിന്തകളും ഇന്നും ഒരു കോണിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർത്തുമുണ്ട്. അത് നമ്മൾ എത്രയെല്ലാം നാം പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോഴും ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളുടെയും ഉള്ളിലും ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ എത്ര ദിവസവും നമ്മൾ പറയുന്നു, നേരത്തെ പറഞ്ഞതുപോലെ പുട്ടിന് പീരെ എന്ന് പറഞ്ഞ പോലെ നവോത്ഥാനം നവോത്ഥാനം നവോത്ഥാനം. ഇതിൽ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ ആ ഒരു തലത്തിൽ കേരളം എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്താൻ ഇവിടെ വരുന്ന സർക്കാരുകൾ അനുവദിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ വെറുതെ രാഷ്ട്രീയം വെറുതെ ഇതിലോട്ട് കൊണ്ടുവന്നതാണ്. ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ വിഷയമല്ല, മനസാക്ഷിയുടെ വിഷയമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കലാകാരൻ അവൻ വിചാരിക്കുന്ന രീതിയിൽ അതിൻ്റെ ഔന്നത്യങ്ങളിൽ എത്തണമെങ്കിൽ അവൻ എത്രമാത്രം അവൻ്റെ സമയവും കാലവും അവൻ്റെ ആരോഗ്യവും അല്ലെങ്കിൽ അവൻ്റെ അർപ്പണബോധവും ഉണ്ടെങ്കിൽ മാത്രമേ ആ കലാകാരൻ RLV രാമകൃഷ്ണൻ അദ്ദേഹത്തിനൊരു മോഹിനിയാട്ടത്തോട് അത്രയും ഒരു സ്നേഹവും ഒരു അർപ്പണബോധവും ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ തലങ്ങളിലെത്താൻ പറ്റിയത്. പണ്ട് യുവജനോത്സവങ്ങളിൽ മോഹിനിയാട്ട മത്സരം നടത്തിയിരുന്നു ആൺകുട്ടികൾക്ക്. അതായത് 90-95 കാലയളവിൽ മോഹിനിയാട്ട മത്സരം നടത്തിയിരുന്നു, ആൺകുട്ടികൾക്ക് പ്രത്യേകം നടത്തിയിരുന്നു. പക്ഷേ ഈ ഒരു യുക്തിബോധം ഇല്ലാത്തൊരു നീതിബോധം, ആ ഒരു മാർക്കിടുന്നതിൽ വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും, അതായത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്കേ ലാസ്യഭാവം വരുള്ളൂ, ആൺകുട്ടികൾക്ക് വരില്ല എന്ന ഒരു പലരും പരാതി നൽകി ആ യുവജനോത്സവ വേദികളിൽ നിന്ന് തന്നെ അത് മാറ്റപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും ഇന്ന് നമ്മൾ പലരുടെയും പ്രകടനം നമ്മൾ എടുത്തു നോക്കിയാൽ പല സ്ത്രീകളെയും വെല്ലുന്ന രീതിയിലുള്ള ലാസ്യഭാവങ്ങളാണ്. പ്രത്യേകിച്ച് കഥകളി, രാധയും ആയിട്ടും രോഹിണിയായിട്ടും അല്ലെ എന്തായിട്ട് കൃഷ്ണാട്ടം തന്നെ നമ്മൾ കണ്ടാലറിയാം ആണുങ്ങൾ വേഷം കെട്ടിയിട്ട് എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല ജയശ്രീ, ഇവർ നേരത്തെ പറഞ്ഞ പോലെ, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ പുറംചട്ട മൂടി വെച്ചിരിക്കുന്ന ഒരു നവോത്ഥാനത്തിൻ്റെ പുറംചട്ടയുണ്ട്. അതൊക്കെ ചില സമയങ്ങളിൽ അങ്ങനെ നിയന്ത്രണം വിട്ട് പുറത്തേക്ക് വരും. നമ്മളൊപ്പം ഇപ്പോൾ രാജലക്ഷ്മി കൂടി ചേരുന്നുണ്ട്, തൃപ്പൂണിത്തുറ RLV കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. ഇന്ന് സത്യഭാമ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിലും പെട്ടുകാണും. പട്ടിയുടെ വാലിൽ വരെ ഭരതനാട്യം, കറുപ്പ് ഭരതനാട്യത്തിന് പുറത്താണ്, അല്ലെങ്കിൽ ഈ സൗന്ദര്യം എന്നത് വലിയൊരു ഘടകമാണ്. എന്താണ് ഇവർ സൗന്ദര്യത്തെപ്പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്നും പിടികിട്ടുന്നില്ല. താങ്കൾ ഇത്തരമൊരു അക്കാദമിയുടെ പ്രിൻസിപ്പലാണ്, അങ്ങനെ എന്തെങ്കിലും ഇതിൽ മാനദണ്ഡങ്ങളുണ്ടോ? മാത്രമല്ല, ഈ പട്ടിയുടെ വാലിൽ വരെ ഭരതനാട്യം എന്ന് പറയുന്ന ഒരാളെ കലാകാരി എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ടീച്ചറിന് ഇപ്പം നേരത്തെ ഒരു ചാനലുണ്ടായിരുന്നു, അപ്പോഴും പറയുന്നത് വെച്ചാൽ ടീച്ചർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്താണെന്ന് നമുക്ക് പറയാം. എന്തായിരുന്നാലും നമുക്ക് ടീച്ചർ കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖം എന്ന് പറയുന്നത് വളരെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് RLVയിലെ നിന്നും പഠിച്ചിറങ്ങിയ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കലാപ്രതിഭയെക്കുറിച്ചിട്ട് ആണ് എന്ന് പറയാതെ പറയുന്നു എന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നു എന്നുള്ളത്. ഇപ്പൊ പറയുന്നത് പറഞ്ഞത് ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ചാലക്കുടിയിൽ നിന്നുള്ള ഒരു നൃത്താധ്യാപകൻ എന്ന് മാത്രം പറയുമ്പോൾ ഏതൊരാൾക്കും അത് മനസ്സിലാകും ആരെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകും. അതാണ് അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഏതൊരാൾക്കും മനസ്സിലാവും ഈ രാമകൃഷ്ണനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ രാമകൃഷ്ണൻ എങ്ങനെയാണ് പഠിച്ച് വന്ന് കഷ്ടപ്പാട്ട് എത്രയോളം കഷ്ടപ്പെട്ടിട്ടാണ് പാവം ആ ചാലക്കുടിയിൽ നിന്ന് ഇവിടെ വന്ന് പട്ടിണി കിടന്ന് പഠിച്ച് ഈ ഒരു നിലയിലെത്തി. ആദ്യം നമ്മുടെ കോളേജിൽ വന്നപ്പോൾ ഡിപ്ലോമ കോഴ്സാണ്. ആ ഡിപ്ലോമ കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് MAക്ക് ചേർന്ന് അതും ഫസ്റ്റ് റാങ്ക് പാസ്സായി. അത് കഴിഞ്ഞിട്ട് PhD ചെയ്തു. നമ്മുടെ കോളേജിൽ തന്നെ 2 വർഷം അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ കാലടിയിലാണെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നത്.
അപ്പം ഇത്രയും ഒരു പാരമ്പര്യമുള്ള അത്രയും വലിയൊരു കലാകാരനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ മോശമാണ്. അതുപോലെ തന്നെ കറുത്ത നിറം, ഈ കറുത്ത നിറത്തിനോട് എന്താണ് ഇത്ര ടീച്ചറിന് വെറുപ്പ്? ടീച്ചർ വെളുത്തിരിക്കുന്നതുകൊണ്ടാണോ? ടീച്ചറിൻ്റെ മനസ്സ് ആണ് കറുപ്പ്. ടീച്ചർ വെളുത്തിരുന്നാൽ പോരാ, ടീച്ചറിൻ്റെ മനസ്സ് വളരെ കറുപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് നല്ല ഒരു സന്ദേശം കൊടുക്കേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭാഷണം ഒരു അധ്യാപികയ്ക്കോ ഒരു കലാകാരിക്കോ ചേർന്നതല്ല. ഒരു അധ്യാപികയും കൂടെയാണ്, ഒരു വലിയൊരു കലാകാരി അധ്യാപികയാണ്. ഇത്രയും നാളപ്പം ഈ ഇപ്പോൾ ഒരു ഇത് പറയുന്നു, കറുത്ത കുട്ടികളെ ഞാൻ പറയും മോളെ പോകണ്ടെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്കുള്ളൊരു മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. കുട്ടികൾക്ക് എങ്ങനെയാണ് ഇപ്പം ഈ ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കാൻ കഴിയുക? ഇപ്പം ഇത്ര നാളും ടീച്ചർ എങ്ങനെയാണ് കുട്ടികളെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചോ എന്നവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ടീച്ചറുടെ മനസ്സിൽ ഈ കുട്ടി കറുപ്പാണ്, ഈ കുട്ടിക്ക് പോയാൽ പ്രൈസ് കിട്ടില്ല എന്ന് ടീച്ചർ അങ്ങ് സ്വയം വിചാരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചർ കറുത്ത കുട്ടി, കറുത്ത നിറം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ചിട്ട് ആണുങ്ങളാണ് ഈ മോഹിനിയാട്ടം കലാമണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ ഗുരുനാഥന്മാരെന്ന് പറയുന്നത് ആണുങ്ങളാണ്. കലാമണ്ഡലത്തിലെ കല്യാണിക്കുട്ടി എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു ആദ്യത്തെ ടീച്ചർ. ആ ടീച്ചറിനെ പഠിപ്പിച്ച ഗുരുനാഥനാണ്, ആണുങ്ങളാണ്. അതുപോലെ തന്നെ ചിന്നമ്മു എന്ന് പറയുന്ന ഗുരുനാഥൻ പഠിപ്പിച്ചത് കളമഴി കൃഷ്ണമേനൻ എന്ന് പറഞ്ഞ സാറാണ്. അപ്പേക്കാട് കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നുമാണ് മോഹിനിയാട്ടം വഴികൾ വന്നത്. അപ്പോൾ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എന്തർത്ഥമാണുള്ളത്? അത് ഈ നമ്മുടെ രാമകൃഷ്ണൻ്റെ പ്രബന്ധം, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. ആട്ടങ്ങളുടെ ആൺവഴികൾ എന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധമെടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ ഇതെല്ലാം മനസ്സിലാകും. അത് അതിലൊരു PhD കിട്ടുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊന്നും ടീച്ചർ വായിച്ചു നോക്കിയില്ലേ? ടീച്ചർ ഇതൊന്നും വായിക്കാറില്ലേ? പ്രബന്ധങ്ങൾ ഇത്രയും വലിയൊരു കലാകാരിയല്ലേ? ഈ കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രബന്ധം എടുത്തൊന്ന് വായിച്ചു നോക്കാമായിരുന്നല്ലോ. ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പാടില്ല, എന്താണത്? ആൺകുട്ടികൾക്ക് ഡാൻസ് പാടില്ലേ? അപ്പോൾ കുട്ടികൾക്ക് തെറ്റായ സന്ദേശം, കറുത്തവർഗം ഇല്ലെങ്കിൽ ജാതീയമായിട്ട് അതിനെ കൊണ്ടുവരിക ഇല്ല. കറുത്തവർഗം വെളുത്തവർഗം എന്ന് പറയുമ്പോഴത്തേക്കും പലരും പലത് തെറ്റിദ്ധരിക്കും. അത് ആ ഒരു തെറ്റിദ്ധാരണ എന്തിനാണ് ടീച്ചർ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഞാനൊരു കോളേജിലെ പ്രിൻസിപ്പാളാണ്. കുട്ടികൾക്കിടയിൽ അതൊരു തെറ്റിദ്ധാരണ വരുത്തി അവരെ മാനസികമായി തളർത്തുക എന്ന് പറയുന്നത് ടീച്ചറിന് ഒട്ടും യോജിച്ചതല്ല. ടീച്ചർ അതിന് നിരുപാധികം ടീച്ചർ അത് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം കുട്ടികളുടെ മനസ്സിനെ വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ലൊരു കലാകാരിക്ക് ചേർന്നതല്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. യെസ്, ശ്രീ NR മധു നേരത്തെ പറഞ്ഞതുപോലെ മറ്റാരെങ്കിലുമൊക്കെയാണ് ഇത് പറയുന്നതെങ്കിൽ അതിനെ പുച്ഛിച്ച് തള്ളാൻ പറ്റും കേരളത്തിൽ. എന്നാൽ ഇത് മറ്റാരുമല്ല പറയുന്നത്. പലപ്പോഴും കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന, അത്തരം സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ മുൻപിൽ നിന്ന് പടനയിച്ചിട്ടുള്ള കലാകാരന്മാരുടെ ആ വിഭാഗത്തിൽ നിന്നാണ് ഇത്തരം ഒരു പരാമർശം വരുന്നത് എപ്പോഴും. ശ്രീ NR മധു. അതെ 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 പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആധിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ്. അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളുടെ കേരളത്തിൻ്റെ സമൂഹം കാപട്യത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ RLV രാമകൃഷ്ണൻ്റെ കഷ്ടപ്പാടും അദ്ദേഹം ഈ കലയ്ക്ക് വേണ്ടി നടത്തിയ ത്യാഗവും ഒക്കെ നമുക്കറിയാം. അദ്ദേഹം PhD ഹോൾഡറാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തെക്കുറിച്ചാണ്. ഇതൊക്കെ നേടിയിട്ടും കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥിരപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഗസ്റ്റ് ലെക്ചറാണ്. നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു അധ്യാപകനായിട്ട് ഒരാൾ നിയമിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. നമ്മളുടെ ഔദ്യോഗിക സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അതിനപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിടുപണി ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥിര നിയമനം ലഭിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് RLV രാമകൃഷ്ണൻ ഇത്രയും കാലമായിട്ട് ഈ നമ്മുടെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ സ്ഥിര നിയമനം കൊടുക്കാത്തത്? അവിടെ തുടങ്ങിയാണ് വർണ്ണവിവേചനം. നമ്മൾ ചാനലിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ പത്രങ്ങളിലോ ഇരുന്ന് നമ്മളിങ്ങനെ ഈ വർണ്ണവിവേചനത്തിനെതിരെ ഘോരഘോരം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് RLV രാമകൃഷ്ണൻ നിലനിൽക്കുകയാണ്.
അദ്ദേഹം ചാലക്കുടിയിൽ നിന്നും ഈ കോഴിക്കോട് വരെ വരാൻ വേണ്ടിയിട്ട് എടുത്ത ത്യാഗം, കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയാം. അദ്ദേഹം ഈ കഴിഞ്ഞ നാളിൽ വന്നതുകൊണ്ടും അദ്ദേഹത്തോട്ട് സ്വകാര്യമായി സംഭാഷണം നടത്താൻ കഴിഞ്ഞതുകൊണ്ടും എനിക്കറിയാം അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെട്ടു. ആ മനുഷ്യന് എല്ലാ യോഗ്യതയുണ്ടായിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഈ പറയുന്ന RLVയിലോ കലാമണ്ഡലത്തിലോ ഒന്നും അദ്ദേഹത്തിന് സ്ഥിര നിയമനം കിട്ടുന്നില്ലല്ലോ? അപ്പം കുലമഹിമ വേണം, വെളുത്തവനായിരിക്കണം, ഇങ്ങനെയുള്ള ഈ പുരോഗമനം പറയുന്നവർ തന്നെയാണ് ഈ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അപ്പം എന്നിട്ട് ഇന്നിപ്പം DYFIക്കാർ പ്രതിഷേധം നടത്തുകയാണ് ചാലക്കുടിയിൽ ഇതിനെതിരെ. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ ക്ഷേത്രത്തിലൊരു വിവാദം ഉണ്ടായി. എന്താണ്? അവിടുത്തെ ഈ ക്ഷേത്രവാദ്യങ്ങൾ വായിക്കാൻ മുന്നാക്ക ജാതിക്കാർക്ക് മാത്രമേ അവസരമുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടായി. അന്ന് കല്ലൂർ ബാബു എന്ന് പറയുന്ന ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കലാകാരൻ, ചേങ്ങില കലാകാരനാണ്, പഞ്ചവാദ്യം വായിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ നേതാവ്, ബാലസംഘത്തിലൂടെ വളർന്നു വന്ന കണ്ണൻ എന്ന് പറയുന്ന കലാകാരനായിരുന്നു. ഇയാളുടെ ജാതി പറഞ്ഞ് എതിർത്തു. അതേ സമയത്ത് തന്നെ ഞാൻ നോക്കുമ്പോൾ എന്താണ്, ഇന്ന് വലിയ നേതാവായിരിക്കുന്ന നമ്മുടെ ഈ MP രാജേഷ്, അന്ന് DYFIയുടെ നേതാവാണ്, MP രാജേഷിന്റെ നേതൃത്വത്തിൽ ജാതിക്കെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്ത് വലിയ പ്രതിഷേധം നടക്കണം. ഈ ഇരട്ടത്താപ്പ്, ഇത് അകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിലൂടെ വളർന്നു വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട ആൾ തന്നെ പിന്നാക്കക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കല്ലൂർ ബാബുവിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ പുറത്ത് അതേ പാർട്ടി ഇവിടെ പ്രഹസനം നടത്തുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പം RLVയിൽ നിന്നും കോളേജ് പ്രിൻസിപ്പൽ തന്നെ ഇവിടെയുണ്ട്. ഈ RLVയിലെ ശ്രുതി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്തായിരുന്നു പ്രശ്നം? അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ. എന്തായിരുന്നു പ്രശ്നം? അവരുടെ ജാതിപ്പേര് വിളിച്ച് SFIക്കാർ അവരെ അധിക്ഷേപിച്ചു. അപ്പം ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു. കണ്ണൂര് നമുക്കറിയാം, പയ്യന്നൂര് ഓട്ടോറിക്ഷ ചിത്രലേഖയെ വിളിച്ച് അധിക്ഷേപിച്ച ആരാ? ഈ പുരോഗമനം CITക്കാരുമാണ്. അവരുടെ ഓട്ടോറിക്ഷ കത്തിച്ചു. അവര് ഇതാണ് നമ്മുടെ കേരളം, പുരോഗമന കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. RLV പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മാഡം മറന്നുപോയിട്ടുണ്ടാവും, RLVയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ കുട്ടിയുടെ പേര് പറയാം, ശ്രുതി എന്ന് പറയുന്ന കുട്ടിയെ ആ SFIക്കാർ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ആ കുട്ടിയുടെ പേരിൽ പോസ്റ്റ് ഒട്ടിച്ചു. തൃപ്പൂണിത്തുറയിലും പരിസര പ്രദേശങ്ങളിൽ പോസ്റ്റ് ഒട്ടിച്ചു. ആത്മഹത്യ ചെയ്യാൻ എന്നിട്ട് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ മാഡം ആയിരിക്കും സംഭവം നടന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇവിടെ അവിടുത്തെ ഈ പിന്നോക്ക വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവരിട്ടിരിക്കുന്ന പേര് പുലയക്കുടിൽ നിന്നാ. ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും അത് വന്നതാ. ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്നത്. അതുകൊണ്ട് RLV രാമകൃഷ്ണൻ എപ്പോഴും പടിക്ക് പുറത്തേ നിൽക്കൂ മാഡം. ശ്രീ ബലദേവ്, നേരത്തെ NR മധു സൂചിപ്പിച്ച പോലെ തന്നെ എന്റെ അടുത്താണോ? അല്ലല്ല, മാഡത്തിലേക്ക് തിരിച്ചു വരാം. മാഡത്തിലേക്ക് ശ്രീ ബലദേവിലേക്ക് ഒന്ന് പോയിട്ട് വളരെ വേഗം മാഡത്തിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബലദേവ്, വളരെ വേഗം നമ്മൾ ഈ ചർച്ച അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം ഡൽഹിയിൽ ചില സുപ്രധാനമായ നീക്കങ്ങൾ EDയുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ബലദേവ്, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും നവോത്ഥാനത്തെ പറ്റി വാദോരാതെ പ്രസംഗിക്കുന്ന ഇടത് സംഘടനകൾ അല്ലെങ്കിൽ ഇടത് പ്രസ്ഥാനങ്ങൾ മറുഭാഗത്ത് ഇത്തരം ഇരട്ടത്താപ്പ് പലപ്പോഴും ഗുരുവായൂർ ഉൾപ്പെടെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരം നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം ജാതീയത, വർണ്ണവിവേചനമൊക്കെ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു പ്രതിസ്ഥാനത്ത് പലപ്പോഴും ഇടത് സംഘടനയോ ഇടത് സംഘടനാ പ്രതികളോ ഒക്കെ ചേർക്കപ്പെടുന്നുണ്ട്. ഞാൻ ഈ ചർച്ചയെ ഒരു രാഷ്ട്രീയമായിട്ട് കാണണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടി വന്നാൽ അങ്ങനെ കാണേണ്ടി വരും. ഈ സംഭവത്തിൽ ആദ്യം പ്രതികരിച്ചത് കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത്. ഇവിടെ പിന്നെ രാജലക്ഷ്മി ടീച്ചർ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. NR മധുവിന് വിവരങ്ങളെ കിട്ടിയ എവിടുന്നാന്ന് എനിക്കറിയില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നടന്നില്ല. അതിലൊരു ഒരു ചോദ്യം പ്രസക്തമല്ലേ ശ്രീ ബലദേവ്? എന്തുകൊണ്ടാണ് ഇത്രയും യോഗ്യതകൾ ഉണ്ടായ RLVക്ക് ഇപ്പോൾ ഈ രാമകൃഷ്ണൻ ഇപ്പോൾ ഒരു സ്ഥിര നിയമനം, ഒരു സ്ഥിര ജോലി നൽകാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും പടിക്ക് പുറത്താവുന്നു? പലയിടത്തും ഗസ്റ്റ് ലെക്ചറാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഇത്രയും യോഗ്യതകളുള്ള ഒരാൾ ഒരു സ്ഥിര നിയമനത്തിന് അർഹനല്ലാതാകുന്നു? ഞാൻ LLBക്കാരനാണ്. ഞാൻ ഹൈക്കോടതി ജഡ്ജിയാവുന്നില്ല, ജില്ലാ ജഡ്ജിയാവുന്നില്ല. അതിനൊക്കെ ഓരോ ടെസ്റ്റ് ഞാനത് പറഞ്ഞു. ടീച്ചർ ഞാനത് പറഞ്ഞത്. ഞാനേ LLBക്കാരൻ ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി ആവത്തില്ല. അതിന് അവിടെ നടത്തുന്ന ടെസ്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ പാസ്സാവണം. RLV രാധാകൃഷ്ണനെ കുറച്ചൊന്നും ഞങ്ങൾ നല്ല കലാകാരനാണ്. പക്ഷേ PhD കയ്യിലിരുന്നോണ്ട് MA കയ്യിലിരുന്നോണ്ട് ഒത്തിരി പേരുടെ കയ്യിലിരിപ്പുണ്ട്.
അവർക്ക് PSC ടെസ്റ്റ്, UGC അനുസരിച്ചുള്ള ടെസ്റ്റുകളോ ഒക്കെ എഴുതി പാസ്സാകുമ്പോഴാണ് അവർ കോളേജ് ലെക്ചറായിട്ട് കയറുന്നത്. ശ്രീ ടീച്ചറോട് റിപ്പോർട്ട് അവിടെ നിരവധി പേര് ഗസ്റ്റ് ലെക്ചറായിട്ട് ഇവിടുത്തെ കേരളത്തിലെ കോളേജുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത 20% പട്ടികജാതി പട്ടികവർഗ സംവരണം. 100 പേരെ എടുത്താൽ 20 പേര് പട്ടികജാതിക്കാരെ കൊടുക്കണം. അത് മെറിറ്റിൽ അവർ കയറിയത് കൂട്ടത്തുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് 6 ജോലി കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അതിന് ആ ടെസ്റ്റുകൾ ഒരുപക്ഷെ അദ്ദേഹം പാസ്സായി കാണില്ല. പിന്നെ ഗസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നിയമിക്കുന്നതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട്, അതായത് എനിക്ക് LLB ഉണ്ടെന്ന് വിചാരിച്ച് എന്നെ പിടിച്ച് ഹൈക്കോടതി ജഡ്ജി ആക്കത്തില്ല. അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതനുസരിച്ചാണ് പോകുന്നത്. പിന്നെ അങ്ങ് ഡൽഹിയിൽ അവർ പള്ളിയുടെ മുമ്പിൽ റോഡ് സൈഡിൽ നിന്ന് ഒരു മുസ്ലിമിനെ കുറെ കൂടെ ചെന്ന് ചവിട്ടിത്താത്തിയ പോലീസുകാരൻ BJPയുടെ ഗവൺമെന്റിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് BJPക്കാരൻ ഇവിടുത്തെ വലിയ രാജ്യസ്നേഹവും മതസ്നേഹവും ഒന്നും പറയേണ്ട കാര്യമില്ല. നിസ്കരിച്ചുകൊണ്ടിരുന്നവനെ പൊതുവിടങ്ങളിൽ അത്തരം മതാചാരപരമായ ചടങ്ങുകൾ നിരോധിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അല്ല, റോഡ് സൈഡിൽ നിസ്കരിക്കുന്നതിന് നരേന്ദ്രമോദിയുടെ പോലീസുകാർ അവന്റെ ആസനത്തിൽ ചവിട്ടി ഓടയിലിട്ടേച്ച് അവന്റെ നരേന്ദ്രമോദിയുടെ പോലീസല്ല, ഡൽഹി പോലീസായിരുന്നു. ഞാനിവിടെ ഡൽഹി ആർജുടായ സുഹൃത്തെ നരേന്ദ്ര പോലീസ് ഡൽഹി നരേന്ദ്രമോദിയുടെ. അങ്ങനെയെങ്കിൽ കേരളത്തിലെ പോലീസ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഉത്തരവാദി പിണറായി വിജയനായി മാറുമോ? ആയിരിക്കുമല്ലോ. നരേന്ദ്രമോദിയുടെ പോലീസാണ് ഡൽഹി ഭരിക്കുന്നത്. ഡൽഹി പോലീസിൽ ആർജുടാ സംസാരിക്കരുത്. ഡൽഹി പോലീസ് നരേന്ദ്രമോദിയുടെയാ. നരേന്ദ്രമോദിയുടെ പോലീസ് മുസ്ലിമിന്റെ ആസനത്തിൽ ചവിട്ടി ഓടലിട്ട് എവിടുത്തെ എവിടെ വന്നിരുന്നോണ്ട് എന്റെ അർമ്മത് പറയുന്നത്? ജയന്തി യൂണിവേഴ്സിറ്റി മുസ്ലിം പിള്ളേരെ തെരഞ്ഞു പിടിച്ച് ഹോസ്റ്റലിൽ കയറി അടിച്ച RS-കാരൻ എന്തേ കോടതിക്കകത്ത് അടിച്ചില്ല RS-കാരൻ പിള്ളേരെ? കേരളത്തിലെ പോലീസ് ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും പിണറായി വിജയൻ നേരിട്ട് ചെയ്തതാണെങ്കിൽ പിണറായി പോലീസ് ചെയ്താണെന്ന് പറയേണ്ടി വരുമോ? BJPക്കാർ ഇവിടെ വന്നിരുന്നോണ്ട് അവിടെ നടത്തി ഒരു ടീച്ചർ വന്നിരുന്നോണ്ട് ഇവരെക്കാട് പറഞ്ഞതിന് ഇടതുപക്ഷക്കാരുടെ പുറത്തോട്ട് അതിനെക്കാട്ട് വലിയ തോന്നിയാസം അവിടെ BJPക്കാരെ കാണിക്കുന്നത്. ഒരു എഴുത്തുകാരൻ ഗൗരി ലങ്കേഷിനെ വീടിന് മുമ്പ് വെച്ച് വെടിവെച്ച് വന്ന് ഇപ്പൊ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്താ? എന്താ BJPക്കാരൻ കാണിക്കുന്ന തോന്നിയാസങ്ങളൊന്നും അറസ്റ്റ് ചെയ്യാൻ? ഒരന്വേഷണം ഇതൊക്കെ എന്നെ പഠിപ്പിക്കാതെ സുഹൃത്തെ. ഗൗരി ലങ്കേഷ് കൊന്ന ഈ നാട്ടിലെ അരിയാര് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ മുഖ്യമന്ത്രിമാർ നിങ്ങളെന്താ അറസ്റ്റ് ചെയ്യാത്ത? നിങ്ങളുടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിമാരെല്ലാം കോടിക്കണക്കിനോട് അഴിമതി കാണിച്ചുതരാം. അവരെല്ലാവരും കോൺഗ്രസ് ചെയ്ത് അഴിമതി കാണിച്ചത് നിങ്ങളെന്താ പറഞ്ഞ അജിത് പവാർ ഉൾപ്പെടെ. BJPക്കാരൻ ഇരുന്നോണ്ട് അജിത് പവാർ 35,000 കോടി അഴിമതി കാണിച്ചെന്ന് പറഞ്ഞ BJPക്കാരന്റെ ദേവേന്ദ്ര നായിക്ക് അയാളെ അവിടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് വെച്ചോണ്ടിരിക്കുക. BJPക്കാരൻ ആദർശം പറയാൻ വന്നിരിക്കുക. ഹിമന്ത വിശ്വ സിംഗ് ആസാം മുഖ്യമന്ത്രി കോടിക്കണക്കിനോട് അഴിമതി കാണിച്ചു വരാം. കോൺഗ്രസ് ചെയ്തപ്പം ഇത് BJPക്കാരൻ പറഞ്ഞ ഇപ്പൊ ആസാമിലെ മുഖ്യമന്ത്രിയാ. അതുമല്ല ഛത്തീസ്ഗഡിലെ രാം സിംഗ് അല്ല. ഇവിടെ അഴിമതിയെ കുറിച്ച് പറയാനായിട്ട് അല്ല ഞാൻ ഇവിടെ വന്നത്. വേറെ ഇവര് സംസാരിക്കാൻ ഇവിടെ വന്നിരുന്നോണ്ട് പിന്നെ ഇടതുപക്ഷക്കാരനെ പുറത്തോട്ട് കയറാനായിട്ട് ഇതിനകത്തോട്ട് വന്ന് കയറരുത്. BJPക്കാർ ഈ നാട് മൊത്തം നശിപ്പിച്ച് വർഗീയത ഉണ്ടാക്കി പള്ളിയുടെ മുമ്പിലിരുന്ന് തൊഴുന്നവന്റെ ആസനത്തിൽ ചവിട്ടി ഓടയിലിട്ടേച്ച് ഇവിടെ വന്നിരുന്നോണ്ട് പറയുക ഇവിടെ വർഗീയത വളർത്തുന്നത് ഇടതുപക്ഷക്കാരനാണെന്ന്. ഇപ്പൊ അതിന് വിവരക്കേട് ചാനലിൽ വന്നിരുന്നോണ്ട് ജനം ചാനലാന്ന് വിചാരിച്ച് വന്നിരുന്നോണ്ട് എന്ത് ഇവരെ കണ്ട് വിളിച്ചു പറയാവും? അപ്പൊ അതുകൊണ്ട് അത്രയൊന്നും വേണ്ട. ഇവിടെ ഞാൻ വന്നത് ഈ കാര്യങ്ങൾ പറയാനാ. ഞാൻ വന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഞാനിത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. താങ്കൾ രാഷ്ട്രീയമായിട്ട് കാണേണ്ടത് ഇതിന്റെ തുടക്കത്തിൽ ആരാണ് രാഷ്ട്രീയവൽക്കരിച്ചത്? നിങ്ങളുടെ സഹയാത്രികൾ തന്നെയാണ് രാഷ്ട്രീയവൽക്കരിച്ചത്. അല്ല, നമ്മൾ ഇവിടെ ചർച്ചയ്ക്കൊന്നും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് അവരുടെ ഇവരെ കണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ ഇവിടെ വന്നിരുന്നോണ്ട് ഇടതുപക്ഷക്കാരൻ നടക്കാത്ത ഈ പറയുന്ന കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ പുലയ ഗുഹയുണ്ടെന്നൊക്കെ അതൊക്കെ വേറെ എവിടെയെങ്കിലും കാണും. വടക്കേറ്റിലൊക്കെ ഉണ്ട്. BJPക്കാർ ഇപ്പോഴും അടക്കി ഭരിക്കുന്നതും ഒരു BJPയുടെ MLA യുടെ ബന്ധുവിനെ കൊണ്ട് വേറെ തന്നെ മൂത്രം കുടിപ്പിച്ചതൊക്കെ നമ്മൾ പത്രത്തിൽ ഫോട്ടോ വന്നു UP-യിലൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ പറയണ്ട. ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാർക്ക് ജനാധിപത്യപരമായി സ്ഥാനങ്ങൾ നൽകുന്നതും ഏറ്റവും കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് പിന്നോക്ക വിഭാഗത്തെ കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് BJP. വ്യക്തമായി പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ആദ്യത്തെ ഭാഗം ഞാൻ മര്യാദയായിട്ട് വിടുന്നതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് അതിനകത്ത് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല എനിക്കൊന്ന് പറയാനുണ്ട്. അല്ല, ഒരു ചാനൽ ചർച്ചയ്ക്ക് ഒരു വിഷയത്തിൽ അല്ല ടീച്ചർ ഒരു കാര്യം കൂടെ, ഒരു ചാനൽ ചർച്ചയ്ക്ക് വിഷയത്തിന് വിളിച്ചിട്ട് വിവരക്കേട് സംസാരിക്കാനായിട്ട് വേറെ വിളിക്കരുത്. ഞാനിവിടെ വന്നത് ഇന്ന് നടന്ന സത്യവാമ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് 15 മിനിറ്റ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ അത് വന്നിരുന്നോണ്ട് NR-3 വന്നിരുന്നോണ്ട് ഇടതുപക്ഷക്കാരുടെ പുറത്തോട്ട് കയറിയാൽ ഈ മാതിരി ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നില്ല. ഇതിനകത്ത് നമുക്ക് താല്പര്യമില്ല. തീർച്ചയായും വളരെയധികം നന്ദി. താങ്കൾ ഇത്തരം ബാലിശമായ പ്രഭാഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ചയിൽ തുടർന്നതിന് താല്പര്യം